അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരുമാറാകട്ടെ. നമ്മളെ കടങ്ങളൊക്കെ വീഴാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 5 മാർഗ്ഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആ 5 മാർഗ്ഗങ്ങൾ വളരെ എളുപ്പമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് ചെയ്തു വന്നാൽ മല പോലെയുള്ള കടമാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് വീട്ടി തരുന്നതാണ്. ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് ഏതൊക്കെ എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടിയുള്ളത്, ആ കാര്യങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കടക്കാരായിട്ടുള്ളവരെല്ലാം നല്ല ഇഖ്ലാസോടെ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോലും അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുന്നതാണ്. പടച്ചവനെ നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി യാ റസൂലുള്ളാഹി. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കണം. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടണേ അല്ലാഹ്. കടമെന്നത് ഒരു പരീക്ഷണം തന്നെയാണ്. കാരണം കടം നമുക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതകളും സമാധാനങ്ങളും ഒക്കെ ഇല്ലാതായി പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഉറക്കം വരെ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ നാം വിചാരിക്കും, എന്നോട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നതെന്ന്. എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നൽകപ്പെട്ടത് ആർക്കാണെന്നറിയാമോ? അവന്റെ പ്രവാചകന്മാരായ അവന്റെ അമ്പിയാക്കൾക്കാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നൽകപ്പെട്ടത്. അല്ലാഹുവേ പടച്ചവനെ നീ താങ്ങാനാകാത്ത പരീക്ഷണം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. സകല പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവം പറയുകയാണ്. സ്വർഗ്ഗത്തിന്റെ താക്കോൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ്. ആ ചാവി കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗം തുറക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കവിൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണ്, ശരീരമെല്ലാം മെലിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പെണ്ണ് എനിക്ക് മുന്നേ സ്വർഗ്ഗത്തിൽ കടക്കാൻ തിക്കും തിരക്കും കൂട്ടുകയാണ്. കൂട്ടി സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ ആ പെണ്ണൊരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ശ്രദ്ധിച്ചു നോക്കി ആരാണ് ഈ പെണ്ണ് എന്ന് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ പെണ്ണ് നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നു. 3 മക്കളെ തനിച്ചാക്കി അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ആ മക്കളെ പൊന്നുപോലെ ആ പെണ്ണ് നോക്കുകയും മറ്റൊരു വിവാഹം കഴിക്കാതെ ആ മക്കളെ ആ പെണ്ണ് നോക്കുകയും ആ മക്കളെ വളർത്തുകയും ചെയ്തെന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ഹറാമിലേക്ക് പോകാതെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആ പെണ്ണ് ഭൂമിയിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് വേദനകൾ അനുഭവിച്ചുകൊണ്ട് ആ പെണ്ണ് ജീവിച്ചു. അത് കാരണമായി ആ പെണ്ണ് എനിക്ക് മുന്നേ സ്വർഗ്ഗത്തിൽ കടന്നു പോകാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ പടച്ചവനെ റഹ്മാനായ റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സകല പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അപ്പോൾ കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ ഈ ദുനിയാവിൽ കടന്നു പോകുമ്പോൾ അല്ലാഹു അതിന് വലിയ പ്രതിഫലം നൽകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരീക്ഷണങ്ങൾ നമുക്ക് വരാം, അതിൽ നിന്ന് എങ്ങനെ വിജയിക്കാം, കരകയറാമെന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. അപ്പൊ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആശ്വസിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഖൈറല്ലാഹു തരും. അതിനാണ് ഈ ഒരു ചെറിയ പരീക്ഷണമെന്ന് നമ്മൾ ആശ്വസിക്കണം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നമുക്ക് കടം വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിച്ചമായി സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ഇബാദത്താണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേട്ട് നമ്മൾ മനസ്സിലാക്കുക. കടം നമുക്ക് വരുമ്പോൾ സഹാബാക്കൾക്ക് കടമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് അവർക്ക് വെളിച്ചമായി പറഞ്ഞു കൊടുത്തൊരു ഇബാദത്ത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കടമുണ്ടെങ്കിലും ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ എത്ര വലിയ കടവും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരുമെന്ന് നബിയനാ റസൂലുള്ളാഹി. നല്ല ഇഖ്ലാസോടെ നമ്മൾ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് ഒന്നാമതായി നമ്മളോട് പറയുകയാണ്, ഉത്തരവാദിത്തങ്ങൾ ഒന്നാമതായി പറയുന്നു തഹജ്ജുദ് നമസ്കാരമാണ്. തഹജ്ജുദ് നമസ്കാരം നമ്മൾ നിലനിർത്തണം.
തഹജ്ജുദ് നമസ്കാരം 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ, ശേഷം ആയത്തുൽ കുർസി. സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ആയത്തുൽ കുർസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇങ്ങനെ തുടങ്ങുന്ന ആയത്തുൽ കുർസി 3 വട്ടം നമ്മൾ പാരായണം ചെയ്യണം. 3 വട്ടം ഒന്നാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ഫലഖ് 1 പ്രാവശ്യം പാരായണം ചെയ്യുക. ശേഷം സൂറത്തുൽ നാസ് 1 പ്രാവശ്യം പാരായണം ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യത്തെ റക്അത്തിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിലും ഈ പറഞ്ഞതുപോലെ പാരായണം ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ പതിവാക്കി വന്നാൽ നമ്മുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി തരുന്നതാണ്. എല്ലാ മുഅ്മിനീങ്ങളും കടമുള്ള എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തി നോക്ക്. ഇൻഷാ അല്ലാഹ് അതിനുള്ള സമ്പത്തും അതിനുള്ള ഐഡിയയും അതിനുള്ള തൊഴിലും അതിനുള്ള എല്ലാം അല്ലാഹു നൽകപ്പെടുന്നതാണ്. രണ്ടാമത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. ഒരു ദുആയാണ്. മസ്ജിദുൻ നബവിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂ ഉമാമ, എന്തിനാണ് അബൂ ഉമാമ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത്? വലിയ പ്രയാസമുണ്ടല്ലോ. ആ സഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് കടമുണ്ട് യാ റസൂലല്ലാഹ്. അങ്ങ് കടമാറാൻ ദുആ ചെയ്യണേ നബിയേ. തലയ്ക്ക് മുകളിൽ കടമുണ്ട് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ തോളിൽ തട്ടിയിട്ട് പറയുകയാണ്, ഈ പറയുന്ന ദുആ നീ ചെയ്താൽ എത്ര വലിയ കടമുണ്ടെങ്കിലും അല്ലാഹു നിനക്ക് വീട്ടി തരുന്നതാണ്. എന്റെ മോനെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ പ്രാർത്ഥന നിങ്ങൾ മറന്നു പോകല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ആ ദുആ ഞാനൊന്ന് ചൊല്ലിത്തരാം. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനവറുകൾ ഇത് ചൊല്ലുകയും അല്ലാഹു മഹാനവറുകളുടെ കടങ്ങളെല്ലാം വീടുകയും ചെയ്ത് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ചെല്ലണം. അല്ലാഹു നീയല്ലാതെ മറ്റാരും നിന്റെ കടങ്ങൾ വീടാൻ ഒരു മനുഷ്യനും കഴിയില്ല. അല്ലാഹ് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ചെയ്തു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. മൂന്നാമത്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു ഇസ്മാണ് മൂന്നാമത് നമ്മൾ ചൊല്ലേണ്ടിയുള്ളത്. യാ ബാസിത്ത് യാ ഖവിയ്യ യാ അല്ലാഹ്, യാ ബാസിത്ത് യാ ഖവിയ്യ യാ അല്ലാഹ്, യാ ബാസിത്ത് യാ ഖവിയ്യ യാ അല്ലാഹ്, യാ ബാസിത്ത് യാ ഖവിയ്യ യാ അല്ലാഹ്. വിശാലത നൽകുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമായ അല്ലാഹ്, എന്റെ കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. നാലാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ദിക്റാണ് لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين. അപ്പോൾ നാലാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇതാണ്. എന്നാൽ അഞ്ചാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായമായ സൂറത്ത് തഹ്രീം. അപ്പൊ സൂറത്ത് തഹ്രീം, ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് എത്ര കടമുണ്ടെങ്കിലും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരുന്നതാണ്. അപ്പൊ ഈ 5 കാര്യം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്ക്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ കടക്കാരായി വരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടണേ. പടച്ചവനെ, കടങ്ങളൊക്കെ വീടാനുള്ള വഴി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദിനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബിറഹ്മുമാ കമാ റബ്ബൗനാ സഗീറാ.
അർഹമർ റഹീമനായ അല്ലാഹുവേ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ കരുണക്കടലായ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ് പടച്ചവനെ ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികൾ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളോട് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ അവിടെ ഞങ്ങളുടെയും സർവ്വ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ് ഞങ്ങളെ കടക്കാരായി നീ മരിപ്പിക്കല്ലേ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളോട് ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും സകല കടങ്ങളും നീ വീട്ടണേ പടച്ചവനെ എല്ലാ ജീവിതത്തിലും നീ ഞങ്ങളുടെ സർവ്വ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ് പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് പടച്ചവനെ സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ് എത്രയോ മക്കൾ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സാലിഹ്യങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ് ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ് ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ് സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ് കേസുകളിൽ നിന്ന് കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ ജോലിയിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ് അല്ലാഹു എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ് ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ് അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റണേ അല്ലാഹ് അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി